ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പറ ഹായ്, പറ ഹലോ, പറ ഹലോ. നമ്മൾ എവിടെയുള്ളതെന്ന് പറഞ്ഞു കൊടുക്ക്. പാലക്കാട്. പറ. പാലക്കാട് വിടുന്ന എത്രയുണ്ട്? കുറച്ചല്ലേ ഉള്ളൂ. സൂപ്പർ സ്ഥലമാണ് ഗായ്സ്. ഇവിടെ നിറച്ച് റബ്ബർ തോട്ടങ്ങളാണ്. നിങ്ങൾ നല്ല വൈബ് ആസ്വദിക്കാൻ പുറത്തുണ്ടല്ലേ? അതെ. നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ നേച്ചറാണോ ഇഷ്ടം, അല്ല മൗണ്ടൻസ് അങ്ങനത്തെ സംഭവമാണോ ഇഷ്ടം, ബീച്ചാണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ലേ പുഴ പോലത്തെ, അതാണോ ഇഷ്ടം? ഇങ്ങനത്തെ ഇങ്ങനെ ഗ്രീനറി പോലത്തെ ഭയങ്കര വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. കണ്ടോ, അല്ല ഞാൻ വലിയ വൈഡിലിട്ട് കാണിച്ചിട്ടാ, കണ്ടിട്ടില്ലേ? നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, ഭയങ്കര വൈബാണ്. മഴ ചെറുതായിട്ട് മഴ കിട്ടുന്നുണ്ട്. ഭയങ്കര മഴയൊന്നുമില്ല, എന്നാലും ചെറിയ ചാറ്റൽ മഴ പോലെയല്ല. ഇതിൽ ഇവിടെ ആൾക്കാർ വളർത്തുന്ന കോഴികളാണ്. ഇവിടെ കാക്കകളെക്കാളും കൂടുതലും മയിലാണല്ലേ. രാവിലത്തെ ഒച്ച ഇവിടെ ഫുൾ മയിലാണ്, പക്ഷെ ഇപ്പം മയിലൊന്നും കാണില്ല. ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് എന്തോ എടുക്കാനാണെന്ന് തോന്നുന്നല്ലേ, എന്തോ ഒരു സെറ്റപ്പ്. ഫുൾ റബ്ബർ തോട്ടമാണ്, കൃഷിയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിനാണെന്ന് തോന്നുന്നു. ഫുൾ ഒരു പച്ചപ്പ് ഗ്രീനറി നിറഞ്ഞ സ്ഥലം. നല്ല രസമാണ്. നമ്മൾ വെറുതെ ഒന്ന് പുറത്തോട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഇതെന്തോ ഒരു പണിയെടുക്കുന്ന സംഭവമാണെന്ന് പറയാം. ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട്. ചെറിയ തെങ്ങ് കണ്ടാ നിങ്ങളുടെ പ്രതീക്ഷ തേങ്ങയില്ല ഗൈസ്. എന്ത് കായാണത്? ഇത് ഉള്ളിക്കാന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ എന്ത് കായാണ്. ഉള്ളിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഉള്ളിക്കാന്നൊന്നും കേട്ടിട്ടില്ല. ഈ സാധനം തിന്നിട്ടുണ്ട്. ഉള്ളിക്ക ഇതിലുണ്ടാ അത്? നല്ല കിടിലനാണ് സ്ഥലമാണ്. ഗൈസ്, ഇവിടെ ഇരുന്ന ആൾക്കാരെല്ലാം വെള്ളം അടിക്കാറുണ്ട് തോന്നുന്നു. കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. ഇന്നുണ്ട് ഇവിടെ നിറച്ച് പൈനാപ്പിളിൻ്റെ എന്നതിന് പറയാൻ മാറ്റമോ, ചെടി, പൈനാപ്പിൾ ചെടിയുണ്ട് എല്ലായിടത്തും. കൃഷി ചെയ്തിട്ടുള്ളതല്ലാന്ന് തോന്നുന്നല്ലേ, അങ്ങനെ വളർന്ന് പിടിച്ചിട്ടുള്ളതാന്ന് തോന്നുന്നു. സൈഡിൽ അതാ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കാണിച്ചെടുക്കട്ടെ. ചെറിയ പൈനാപ്പിൾ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ വലുത് പൈനാപ്പിൾ. പക്ഷെ എനിക്ക് കണ്ടിട്ട് നട്ടതുപോലെ തോന്നിക്കാ. വലിയ പൈനാപ്പിൾ, ചുവപ്പ് കളർ. ഇത് ചിലപ്പോൾ മഞ്ഞയാവുമായിരിക്കും അല്ലേ? പൈനാപ്പിൾ ഇവിടെയുള്ള മിക്ക വീടുകളും ഓടിട്ട പോലത്തെ വീടുകളല്ലേ, മേലെ കൃഷിപ്പണിയില്ല.
ഇഷ്ടികേൻ്റെ വീടല്ല. കണ്ട, അല്ല ഇഷ്ടികേൻ്റെ മോഡലത്, ഇഷ്ടികയല്ല. ഇത് മൊത്തം ഇഷ്ടികേൻ്റെ മോഡൽ കൊടുത്തതായിരിക്കും. എൻ്റെ ഭ്രാന്തവന ഡിസൈൻ കൊടുത്തേക്കുന്നതല്ലേ, ഇഷ്ടിക ഒന്നുമല്ല. ഇത് ഇഷ്ടികയാണെന്ന് സ്റ്റേറ്റ് ചെയ്തു, പക്ഷെ ഞാൻ പറഞ്ഞു ഇഷ്ടികയല്ല. ഫുൾ പച്ചപ്പ് ഹരിതാപമാണ്, എന്നിട്ട് ചൂടിനൊരു കുറവില്ല എന്നാണ് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ. പക്ഷെ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇതൊരു കിണർ, കുഞ്ഞു കിണർ കണ്ട, പൊട്ടക്കിണർ പോലത്തെ തന്നെ. അങ്ങനെ പോകണ്ട, വീഡിയോ ആവല്ലേ ഗൈസ്. ഇതാണ് നമ്മളെ വീടുള്ളത്. ഇവിടെ ഇത് എന്ത് മരാ? ജാതിയാ, ജാതി മരം എന്നാണ് പറഞ്ഞത്. തറവാട് പോലത്തെ വീട്, ചെറിയ വീട്. ഓ, ഇതല്ലേ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട്, പഴയ വീട്. കറിവേപ്പില മരം എന്താ? മുല്ലപ്പൂ. അയ്യോ, പറയിപ്പോയി. ഇതെന്തോ കട്ടപ്പയറെന്നല്ലേ അവർ പറഞ്ഞത് ഇതിനെ? കട്ടപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ, കട്ടപ്പയർ. കണ്ട കൃഷി ചെയ്യുന്നത് അവരിങ്ങനെ രാവിലെ എണീറ്റിട്ട് കളച്ച് കൃഷി ചെയ്യും ഇവിടെ എല്ലാം. എന്നാ ഇതാണ് വീട് നമ്മളെ ബൈക്ക്. ഇങ്ങനെ കൃഷി ചെയ്യുന്നു. ബസ് പോകുന്നുണ്ട് അവിടുത്തെ, നീല ബസ്സാണ് എടുത്ത്. കുറേ ചെടിയെല്ലാം ഉണ്ട്. ഇതിനിടയിലുള്ള കുറേ വിഷ്വൽസ് ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ഞങ്ങൾ അവിടെ തന്നെ മണ്ണാർക്കാടുള്ള സ്റ്റുഡിയോയിൽ പോയി കുറേ ഡ്രസ്സ് മേടിച്ചു, ഒരുപാട് ഡ്രസ്സ് മേടിച്ചു, കുറേ ഫുഡ് മേടിച്ചു. അവിടെല്ലാം പോയി ഫുൾ കറങ്ങി കണ്ടു. പക്ഷെ അതൊന്നും ഇതിൽ ഞാൻ എടുത്തിട്ടില്ല, ആഡാക്കിയിട്ടില്ല. കാരണം ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. മഴ ആയതുകൊണ്ട് ഫോൺ ഞാൻ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോരുന്നത്. അത് സോ ആ വിഷ്വൽസ് എല്ലാം മിസ് ഔട്ടാണ്. വ്ളോഗ് എടുക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ ഫോഴ്സ് കൊണ്ട് മാത്രം എടുത്ത ചെറിയ ചെറിയ വിഷ്വൽസ് കൊണ്ട് മാത്രം ഈ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുകയാണ്. ഇതൊരു കുട്ടി വ്ളോഗായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഒരുപാട് നല്ല സ്ഥലത്ത് പോയ, ഒരുപാട് നല്ല നല്ല ഗ്രീനറി ആയിട്ടുള്ള നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വിഷ്വൽസും ഞങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ വ്ളോഗ് ചെറിയ വിഷ്വൽസ് കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. അടുത്തുള്ള വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങളെ പരിഗണിക്കാം. നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. നല്ല നല്ല സ്ഥലത്ത് പോകുമ്പോൾ നല്ല നല്ല വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ ഓർമ്മിച്ച് ഞാൻ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, 4 ദിവസത്തെ പാലക്കാട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോടെത്തി. അതിനിടയിലുള്ള ഒരുപാട് വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം നല്ല അടിപൊളി മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോൺ എടുക്കാനുള്ളൊരു സാഹചര്യമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓടി കോഴിക്കോടെത്തി. കോഴിക്കോട് കുറച്ച് നേരം നിർത്തി അവിടുത്തെ ഐസുരുതിയും ഉപ്പിലിട്ടതും നല്ല നല്ല അടിപൊളി കോഴിക്കോടൻ സ്റ്റൈൽ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു.
പുഴ അവിടെയുള്ളൊരു അടിപൊളി ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. നല്ല വൈബും, നല്ല കുഞ്ഞു കുഞ്ഞു പിള്ളേർ വന്ന് കുളിക്കുകയും കളിക്കുകയും തുണി അലക്കുകയും മീൻ പിടിക്കുകയും നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു. അവിടെ കുറച്ച് നേരം ഇരിക്കാൻ തന്നെ എന്തോ ഒരു മൈൻഡ് നല്ല ഫ്രീ ആയിട്ട് നല്ല കാമായിട്ട് പീസായിട്ടിരിക്കുന്ന ഒരു വൈബായിരുന്നു. ഈ പുഴ നല്ല എന്താ പറയുക, ആഴമൊന്നും ഇല്ലാത്തതല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആഴമൊന്നുമില്ല അധികം, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആഴമുള്ള പോലെ തോന്നും. പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല ആ സമയത്ത് നമുക്ക് മഴ കിട്ടിയിട്ടില്ല കേട്ടോ, അതെന്തോ ഒരു ഭാഗ്യം. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഈ പുഴയിലും സ്വിമ്മിംഗ് പൂളിലും കുളത്തിലും ഒക്കെ കുളിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അമീബ പോലുള്ള നമ്മുടെ ബ്രെയിൻ തിന്നുന്നൊരു ബാക്ടീരിയ ഇതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വെള്ളത്തിലിറങ്ങാൻ ശ്രമിച്ചിട്ടും ചേട്ടൻ തന്നെ വെള്ളത്തിലിറങ്ങാൻ വിട്ടിട്ടില്ല ഗൈസ്. ഞാൻ ഭയങ്കര നിരാശയോടെ തിരിച്ച് മടങ്ങേണ്ടി വന്നു. 3-4 ദിവസത്തെ പാലക്കാട് വൈബ് ആസ്വദിച്ച് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് ഞങ്ങൾ തലശ്ശേരിയിലേക്ക് പോന്നു കേട്ടോ. ഇനി ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.